അടിപൊളി ടീച്ചർ. കിട്ടി. Good morning. Good morning, Miss. Good morning, Miss. Good morning. Good morning. സൗമ്യന് എന്താണ് ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. എത്ര വരെ എടുത്തത്? പർച്ചേസിംഗ് പ്രൊസീജിയർ പറഞ്ഞു അല്ലേ നമ്മള്? ഓ, നേരത്തെ എണീറ്റോ അല്ലെ? 12 ക്ലാസ് തീരുമല്ല. അപ്പൊ കിടന്ന് ഉറങ്ങാം. ഞാൻ 1:30 കയറിയാ മതിയല്ലോ. ഓക്കെ, പർച്ചേസിംഗ് പ്രൊസീജിയർ പറഞ്ഞത് ക്ലിയർ അല്ലേ എല്ലാ ഭാഗങ്ങളും? ഇനി നെക്സ്റ്റ് ടോപ്പിക് നോക്കിയേ. Entire purchasing procedure divided into 3. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളില്ലേ പർച്ചേസിംഗ് പ്രൊസീജിയർ, അത് ചെറുതാക്കി 3 രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നോക്കി, ഫസ്റ്റ് വൺ എന്താണ്? പ്രീ പർച്ചേസ് സിസ്റ്റം. പർച്ചേസിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്? നോക്കി, പർച്ചേസ് റിക്വസിഷൻ, അഭ്യർത്ഥന നടത്തുന്നില്ലേ നമ്മള്? യൂസർ ഡിപ്പാർട്ട്മെന്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് ആരോടാ പറയുന്നത്? ആരോട് അഭ്യർത്ഥന നടത്താറ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിനോട് അഭ്യർത്ഥന നടത്തുന്നു. ഇനി അതിനുശേഷം പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? എൻക്വയറി അല്ലെ, അന്വേഷണം നടത്തുന്നുണ്ട്. പർച്ചേസിംഗ് എൻക്വയറി. നെക്സ്റ്റ് വൺ എന്താണ്? റിസർവിംഗ് ദ കൊട്ടേഷൻസ് ആൻഡ് കമ്പാരറ്റീവ് സ്റ്റേറ്റ്മെന്റ്. നമ്മൾക്ക് യോജിച്ച സപ്ലൈസിനെ നമ്മൾ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സെലക്ട് ചെയ്യുന്നു. കമ്പയർ ചെയ്തിട്ട് ആ കൊട്ടേഷൻസ് നോക്കി കമ്പയർ ചെയ്ത് നമുക്ക് യോജിച്ച സപ്ലൈസിനെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ ആണോ? പ്രീ പർച്ചേസ് സിസ്റ്റം മുൻപ് പഠിച്ച കാര്യങ്ങൾ തന്നെ ചെറുതാക്കി കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി എന്താണ് നെക്സ്റ്റ് നോക്കിയേ. ഓർഡറിംഗ് സിസ്റ്റം. പ്രിപ്പറേഷൻ ഓഫ് പർച്ചേസ് ഓർഡർ ആൻഡ് ഫോളോ അപ്പ്. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരാളെ സപ്ലയറെ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് അയാൾക്ക് ഇത് കൊടുക്കുന്നുണ്ട്, പർച്ചേസ് ഓർഡർ കൊടുക്കുന്നുണ്ട് അല്ലെ? ഓക്കെ, അതാണ് ഓർഡറിംഗ് സിസ്റ്റത്തിൽ വരുന്നത്. ഇനി എന്താണ് തേർഡ് വൺ നോക്കിയേ. പോസ്റ്റ് പർച്ചേസിംഗ് സിസ്റ്റം. റിസീവിംഗ് ഓഫ് മെറ്റീരിയൽ, ഇൻസ്പെക്ഷൻ ആൻഡ് പേയ്മെന്റ് ഓഫ് ബിൽസ്. ഇനി ഓർഡർ കൊടുത്തതിന് ശേഷം സപ്ലയർ എന്ത് നൽകുന്നുണ്ട്? നമുക്ക് എന്താണ് നൽകുന്നത്? മെറ്റീരിയൽസ് നമ്മളുടെ എത്തിച്ചു തരുന്നുണ്ട് അല്ലെ? നമ്മുടെ കയ്യിലോട്ട് എത്തിച്ചു തരുന്നുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? റിസീവ് ചെയ്ത് ഓരോ മെറ്റീരിയലും ഇൻസ്പെക്ഷൻ, പരിശോധന നടത്തുന്നുണ്ട്. ഡാമേജസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻസോ എക്സ്പയറി ആയിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടോ എന്ന് നമ്മൾ ഇൻസ്പെക്ഷൻ ചെയ്യുന്നു, പരിശോധന നടത്തി അതിന്റെ പേയ്മെന്റ് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. ലാസ്റ്റ് വണ്ണാണ് പേയ്മെന്റ്സ് ഓഫ് ബിൽസ്. ക്ലിയർ ആണോ? ആണോ? മൂന്ന് കാര്യങ്ങളും പർച്ചേസ് ഓർഡറിൽ പറഞ്ഞ കാര്യങ്ങള് ഒന്നുകൂടി ഡിവൈഡ് ചെയ്ത് 3 രീതിയിൽ പറഞ്ഞിരിക്കുന്നതാണ്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ. ക്യാപിറ്റൽ എക്വിപ്മെന്റ് പർച്ചേസ്. ഇതാണ് ക്യാപിറ്റൽ എക്വിപ്മെന്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണല്ലോ. ക്യാപിറ്റൽ എക്വിപ്മെന്റ് എന്താ? മൂലധനം ക്യാപിറ്റൽ. ക്യാപിറ്റൽ എക്വിപ്മെന്റ്സ് എന്താണ്? വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്ന എക്വിപ്മെന്റ്സ് അല്ലേ? എക്സാമ്പിൾസ് പറയാൻ പറ്റുമോ? അസറ്റ്. ഓക്കെ, എന്താണ് എക്സാമ്പിൾ എന്ന് പറയാൻ പറ്റുമോ? ഏതെങ്കിലും എക്സാമ്പിൾസ് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു നോക്കിയേ.
വലിയ വില കൊടുത്ത് നമ്മൾ എന്തൊക്കെയാ വാങ്ങിക്കാറ്? ഫാർമസിയില് സ്കാനിങ് മെഷീൻസ്, അതുപോലെ ഓട്ടോക്ലേവിംഗ് മെഷീൻസ് അല്ലെ, അങ്ങനെയുള്ള ഐറ്റംസ്, കമ്പ്യൂട്ടേഴ്സ് അല്ലെ, ഇതൊക്കെയാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, എന്താണ് വില കൊടുത്ത് വാങ്ങിക്കുന്ന സാധനങ്ങളാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് അല്ലെ, വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഐറ്റംസ്. നോക്കിയേ, ഫസ്റ്റ് പോയിന്റ്, മേജർ ഇൻവെസ്റ്റ്മെന്റ് ഹോസ്പിറ്റൽ. എന്താണ് ഒരു മേജർ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറയാൻ പറ്റൂലേ ക്യാപിറ്റൽ എക്യുപ്മെന്റിനെ? ഹോസ്പിറ്റലില് എന്താണ് വലിയ വില കൊടുത്ത് വാങ്ങിക്കുന്ന ഐറ്റംസ് ആയതുകൊണ്ട് തന്നെ ഒരു പ്രധാന നിക്ഷേപമാണെന്ന് പറയാൻ പറ്റുന്നുണ്ട് അല്ലെ. ഇപ്പോ നമ്മളൊരു വീട്ടിലേക്ക് ഒരു കാറ് വാങ്ങി, അതെന്താ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറയാൻ പറ്റില്ലേ? പ്രധാനപ്പെട്ട അല്ലെങ്കിൽ എന്താണ് നിക്ഷേപമാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് അല്ലെ. ഓക്കെ, ഇനി എന്താണ് നോൺ റിപ്പീറ്റേറ്റീവ് പർച്ചേസ്. എന്താണ് നമ്മൾ എപ്പോഴും സ്ഥിരമായിട്ട് ആ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാറുണ്ടോ? സ്കാനേഴ്സ് ആയാലും അതുപോലെ ഓട്ടോക്ലേവ് മെഷീൻസ് ആയാലും അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് ആയാലും സ്ഥിരമായിട്ട് ആഴ്ചയിലോ മന്തിലൊക്കെ നമുക്ക് വാങ്ങിക്കാറുണ്ടോ? ഇല്ല. എന്താണ് നല്ല വില കൊടുത്ത് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് കൂടുതൽ ടൈമിലേക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് എപ്പോഴും വാങ്ങിക്കുന്നില്ല, റിപ്പീറ്റേറ്റീവ് ആയിട്ട് നമ്മൾ വാങ്ങിക്കില്ല. ഇനി എന്താണ് ഇൻക്ലൂഡ്സ് ദ മേജർ ഓപ്പറേഷൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ അല്ലെ. എന്താണ് ഓട്ടോക്ലേവ്സ് ആയാലും അതുപോലെ കമ്പ്യൂട്ടേഴ്സ് ആയാലും സ്കാനേഴ്സ് ആയാലും എന്താണ് ഹോസ്പിറ്റലിലെ മേജർ ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യുന്നില്ലേ? ഓക്കെ, ഇനി എന്താണ് കേസ് ഓഫ് ഫിനാൻഷ്യൽ or accounting terms, capital equipment is called എന്താണ് ഫിക്സഡ് അസറ്റ്. നമ്മൾ പറഞ്ഞു അല്ലെ, ക്യാപിറ്റൽ എക്യുപ്മെന്റ് പറഞ്ഞാൽ ഒരു അസറ്റ് ആണ് എന്ന് പറഞ്ഞു, ആസ്തിയാണെന്ന് പറഞ്ഞു. ഇനി അക്കൗണ്ടിങ് ടേംസില് ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ്സിനെ പറയുന്നത് എന്താണ്? ഫിക്സഡ് അസറ്റ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കണം. അക്കൗണ്ടിങ് ടേംസിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ടേംസിൽ ക്യാപിറ്റൽ എക്യുപ്മെന്റിനെ പറയുന്ന പേരെന്താണ്? ഫിക്സഡ് അസറ്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓക്കെ ആണോ? ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നതാണ് കേട്ടോ. എന്താ പറഞ്ഞത്? ഹോസ്പിറ്റലിന്റെ ഒരു പ്രധാന നിക്ഷേപമാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്സ്. നമ്മൾ എന്താണ് റിപ്പീറ്റേറ്റീവ് ആയിട്ട് വാങ്ങിക്കാറില്ല. അതുപോലെ തന്നെ എന്താണ് ഹോസ്പിറ്റലിലെ മേജർ ആയിട്ടുള്ള ഓപ്പറേഷൻസിന് ഇവ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് ടേംസിൽ നോക്കിക്കോളൂ ടോം, ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അക്കൗണ്ടിങ് ടേംസില് ക്യാപിറ്റൽ എക്യുപ്മെന്റിനെ പറയുന്ന പേരാണ് ഫിക്സഡ് അസറ്റ്, സ്ഥിര ആസ്തി. ഫിക്സഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥിരമായവ അല്ലെ, സ്ഥിരം. സ്ഥിര ആസ്തി എന്നാണ് ക്യാപിറ്റൽ എക്യുപ്മെന്റിനെ അക്കൗണ്ടിങ് ടേംസിൽ പറയുന്നത്. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ പറഞ്ഞ കാര്യങ്ങള്? ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, എന്തായാലും ക്വസ്റ്റ്യൻ വരും കേട്ടോ. മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കണം. ഫിക്സഡ് അസറ്റ് എന്താണെന്നുള്ളത് ക്വസ്റ്റ്യൻ വരും. ഓക്കെ ആണോ? ഇത്രയും വരെ എടുത്ത ഭാഗങ്ങളൊന്ന് വായിച്ചു നോക്കിയേ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. പർച്ചേസിംഗ് പ്രൊസീജിയർ ഡിവൈഡഡ് ഇൻടു 3 അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഓക്കെ ആണോ?
ഇനി നെക്സ്റ്റ് ടോപ്പിക് നോക്കിയേ. Capital equipment management consists of 5 points. Capital equipment management അടങ്ങിയിരിക്കുന്ന 5 points ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? പ്ലാനിംഗ് ഫോർ ദി equipment. എക്യുപ്മെന്റ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രണം. പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആസൂത്രണം ചെയ്യുക അല്ലെ. ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ആസൂത്രണം ചെയ്യുന്നത്. ഇനി എന്താ പറയുന്നത്? പർച്ചേസിംഗ് ഓഫ് എക്യുപ്മെന്റ്. നമ്മുടെ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാൻ തീരുമാനിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? അത് പർച്ചേസ് ചെയ്യണം അല്ലെ. പർച്ചേസിംഗ് ഇതാണ് രണ്ടാമത് പറയുന്നത്. ഇനി എന്താ പറയുന്നത്? മൂന്നാമതായിട്ട് എന്താ പറയുന്നത്? മെയിന്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ്. എന്താണ് മെയിന്റനൻസ് എന്ന് പറഞ്ഞാല്? മെയിന്റനൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സംരക്ഷിക്കുക അല്ലെങ്കിൽ എന്താണ്? പരിപാലിക്കുക. എന്തെങ്കിലും മെയിന്റനൻസ് വർക്ക് അല്ലെ, റിപ്പയർസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ വർക്കൊക്കെ ചെയ്ത് അല്ലെങ്കിൽ എന്താണ് മെയിന്റനൻസ് വർക്കൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ ആ എക്യുപ്മെന്റ്സ് പ്രോബ്ലം വരാത്ത രീതിയിൽ വെരി ഗുഡ്. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് ആ എക്യുപ്മെന്റ്സ് സംരക്ഷിച്ചു കൊണ്ടുപോകണം. എന്താണ് യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്സ്? യൂട്ടിലൈസേഷൻ അറിയാലോ. എന്താണ് യൂട്ടിലൈസേഷൻ? എന്താ യൂട്ടിലൈസേഷൻ? ഉപയോഗം. നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്യണം. ഇനി എന്താണ്? ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്. ഡിസ്കാർഡിംഗ് എന്താ? ഡിസ്കാർഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരസിക്കുക. നിരസിക്കുക കേട്ടോ. എന്താണ്? ആ എക്യുപ്മെന്റ് ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എന്താ ചെയ്യാ? ഒരു എക്യുപ്മെന്റ് ഉപയോഗിക്കാൻ പറ്റാതെ ആയി കഴിഞ്ഞാൽ അത് അവോയ്ഡ് ചെയ്യും. എങ്ങനെ അവോയ്ഡ് ചെയ്യും? എന്തിലാണ് നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നത്? എന്തിൽ കൊടുക്കും? സ്ക്രാപ്പിന് കൊടുക്കാറില്ലേ? നമ്മള് ആക്ടില് കൊടുക്കാറില്ലേ? ഓക്കെ. അല്ലെങ്കിൽ എന്താണ്? അതിൻ്റെതായിട്ടുള്ള ആ എക്യുപ്മെന്റിൻ്റെതായിട്ടുള്ള രീതിയിൽ നമ്മള് എന്താണ് ഡിസ്പോസൽ ചെയ്ത് അല്ലെങ്കിൽ നിർമ്മാർജ്ജനം ചെയ്ത് കളയുന്നു. അതാണ് ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. ഈ പോയിന്റ് ഓരോന്നും വിശദീകരിച്ച് പഠിക്കാനുണ്ട് നമുക്ക്. ഓക്കെ ആണോ? 5 പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി ആ പോയിന്റ് ഫസ്റ്റ് പോയിന്റ് നോക്കിയേ. പ്ലാനിംഗ് ദ എക്യുപ്മെന്റ് ടു ചൂസ് ദ alternatives and select the best one. Important point is felt needed. എന്താ പറയുന്നത്? പല മാർഗങ്ങളിലൂടെ മികച്ച സപ്ലയേഴ്സിനെ തിരഞ്ഞെടുക്കുന്നു. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സെലക്ട് ദ ബെസ്റ്റ് ആണ് അല്ലെ. ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഹോസ്പിറ്റലിലോട്ട് വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്യുന്നതാണ് പ്ലാനിംഗ് ദ എക്യുപ്മെന്റിൽ വരുന്നത്. അപ്പൊ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്? പല മാർഗങ്ങളിലൂടെ. ഓൾട്ടർനേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പല മാർഗങ്ങളിലൂടെ പലതരത്തില് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സപ്ലയേഴ്സിനെ സെലക്ട് ദ ബെസ്റ്റ് വൺ, ബെസ്റ്റ് ആയിട്ടുള്ള സപ്ലയറെ തെരഞ്ഞെടുക്കുന്നു. ഓക്കെ ആണോ? ഇനി സെക്കൻഡ് നോക്കി. പർച്ചേസിംഗ് ആൻഡ് എക്യുപ്മെന്റ്. നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യുന്നത്? 9 സ്റ്റെപ്പാണ് ഇതിനകത്തുള്ളത്. 9 മെയിൻ സ്റ്റെപ്സ് ഫോർ പർച്ചേസിംഗ് എ ക്യാപിറ്റൽ എക്യുപ്മെന്റ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ടു ഫോർകാസ്റ്റ് ദ ഡിമാൻഡ്. എന്താണ് ഫോർകാസ്റ്റിംഗ്? ഫോർകാസ്റ്റിംഗ് എന്താ? ഫോർകാസ്റ്റിംഗ് എന്താണ്? മുൻകൂട്ടി കാണുക അല്ലെ. മുൻവീക്ഷണം. എന്താണ്? മുൻകൂട്ടി കാണുക. ആവശ്യങ്ങൾ, ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യങ്ങൾ മുൻകൂട്ടി കാണുക. ഇതിൽ പറയുന്നത് എന്താണ്? നോക്കിയേ. ഇപ്പോ ഒരു ഹോസ്പിറ്റലിന്
ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ എത്ര രൂപ അതിന് ചിലവ് വരും? അത് അല്ലെങ്കിൽ എന്താണ് നോക്കുന്നത്? ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഇല്ലാതെ ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങളൊക്കെ നടത്തില്ലേ എന്നുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? മുൻകൂട്ടി കാണണം. അല്ലെങ്കിൽ എന്താണ് ഏറ്റവും ആവശ്യമുള്ള ഈ ഉപകരണം മാത്രമേ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗിൽ വരുന്നത്. ക്ലിയർ ആയോ? എന്താ പറഞ്ഞത്? ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഒരു ഹോസ്പിറ്റലിൽ വാങ്ങിക്കുമ്പോ പർച്ചേസ് ചെയ്യുമ്പോ ആവശ്യങ്ങൾ നമ്മൾ മുൻകൂട്ടി കാണണം. അതിന്റെ ആവശ്യമുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ എന്താണ് നോക്കുന്നത്? അവിടെ ഹോസ്പിറ്റലിൽ ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ? അതിന് എത്ര രൂപ ചിലവ് വരുന്നുണ്ട്? അതുപോലെ ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഇല്ലാതെ ഹോസ്പിറ്റലിലെ ഓരോ പ്രവർത്തനങ്ങളും നടക്കുന്നില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കാണണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ? ഫോർകാസ്റ്റ് ഡിമാൻഡ് ആവശ്യങ്ങള് മുൻകൂട്ടി കാണുക. ഓക്കെ, ഇനി എന്താണ്? ഇനി അങ്ങനെ നമ്മൾ ആവശ്യങ്ങളൊക്കെ മുൻകൂട്ടി കണ്ട് നമ്മൾ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാനായിട്ട് തീരുമാനിക്കുന്നു. അതിനുശേഷം അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് കിട്ടണ്ടേ നമുക്ക്? എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഫണ്ട് കിട്ടുന്നത്? സോഴ്സസ് ഓഫ് ഫണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ് ആണ് സോഴ്സസ്. അതിന്റെ സ്രോതസ്, ഫണ്ടിന്റെ സ്രോതസ് എവിടെ നിന്നെല്ലാമാണ് കിട്ടുന്നത്? ഫസ്റ്റ് വൺ എന്താണ്? ലോൺസ് അല്ലെ? ലോൺ എടുത്ത് നമുക്ക് വാങ്ങിക്കാം. അതുപോലെ ഡിപ്രീസിയേഷൻ ഫണ്ട്. എന്താണ് ഡിപ്രീസിയേഷൻ ഫണ്ട്? കേട്ടിട്ടുണ്ടോ? ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാല് അറിയോ? ഡിപ്രീസിയേഷൻ ഫണ്ട് എന്താണെന്ന്? ഓക്കെ, നോക്കിക്കോളൂ കേട്ടോ. ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറഞ്ഞാല് നിലവിലുള്ള അസറ്റിന്റെ മൂല്യശോഷണം സംഭവിക്കുമ്പോൾ, നിലവിലുള്ള അസറ്റിന് മൂല്യശോഷണം സംഭവിക്കുമ്പോൾ പുതിയ സാധനങ്ങൾ വാങ്ങാനുള്ള തുക നീക്കിവെക്കുന്നുണ്ട്. അതിനെയാണ് ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? നിലവിലുള്ള അസറ്റിന് മൂല്യശോഷണം സംഭവിക്കുമ്പോ പുതിയ ഐറ്റംസ് വാങ്ങിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യാറില്ലേ നമ്മള്? ഓർക്കുന്നുണ്ടോ മാർക്കറ്റിംഗിൽ പറഞ്ഞത്? നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, ആ പ്ലാനിങ് എടുത്ത ശേഷം എന്താണ് ഓരോന്നിനും നമ്മള് ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അല്ലെ? ആ ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോ എന്താണ് നിലവിലുള്ള അസറ്റിന് മൂല്യശോഷണം സംഭവിക്കുമ്പോ അത് ഉപയോഗിക്കാൻ പറ്റാതെ ആകുമ്പോ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ ഐറ്റംസ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തുക നീക്കി വെക്കുന്നു. അതിനെയാണ് ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഓക്കെ, കിട്ടിയോട്ടോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇനി എന്താണ് ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അല്ലേ? ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഹോസ്പിറ്റലിലേക്ക് വന്നു ചേർന്ന ലാഭത്തിൽ നിന്നും പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിലേക്ക് വന്നു ചേർന്നിരിക്കുന്ന ലാഭത്തിൽ നിന്നും പുതിയ സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്യാം. ആ ലാഭത്തിൽ നിന്ന് കുറച്ച് തുക മാറ്റി വെച്ച് അല്ലെങ്കിൽ കുറച്ച് തുക എടുത്തുകൊണ്ട് നമുക്ക് പുതിയ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ക്ലിയർ ആയോ? ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓക്കെ ആണോ? ഇനി എന്താണ് സ്പെസിഫിക് പർപ്പസ് ഫണ്ട് അല്ലെ? എന്താണ് സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാത്രം ഹോസ്പിറ്റലിൽ നീക്കി വെക്കുന്ന ഫണ്ട്? അതിനെയാണ് സ്പെസിഫിക് പർപ്പസ് ഫണ്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ആയിട്ട് വെച്ച് പറഞ്ഞു തരാം. ഒരു സ്കൂളില് എന്താണ് ഒരു സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് ബഡ്ജറ്റ് അവിടെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് കുറച്ച് പണം നീക്കി വെക്കുന്നു. അതെന്തിനാ യൂസ് ചെയ്യുന്നത്? സ്കോളർഷിപ്പിന് വേണ്ടി മാത്രം ചിലവഴിക്കാനല്ലേ? സ്കോളർഷിപ്പ്
കിട്ടുന്ന കുട്ടികൾക്ക് അതെന്ത് ചെയ്യും ഫണ്ട് യൂസ് ചെയ്തിട്ട് അല്ലേ. അപ്പൊ അവിടെ എന്താണ് അത് ഒരു സ്പെസിഫിക് പർപ്പസ് ഫണ്ട് അല്ലേ അത് സ്കോളർഷിപ്പ് ഫണ്ട് എന്ന് പറയുമ്പോ ആണോ? ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ ആണോ? മനസ്സിലായോ ഞാൻ സ്പെസിഫിക് പർപ്പസിന്റെ കാര്യം പറഞ്ഞത്? ആരും കമന്റ് ചെയ്യുന്നില്ലല്ലോ, എഴുതിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണ്. അപ്പൊ എന്താണ് അപ്പൊ സ്കൂളില് സ്കോളർഷിപ്പിന് വേണ്ടി മാറ്റിവെക്കുന്ന തുക എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി മാറ്റിവെക്കുന്നതാണ് അല്ലെ. അതുപോലെ തന്നെയാണ് ഇവിടെയും എന്താണ് ഒരു സ്പെസിഫിക് പർപ്പസിന് വേണ്ടി നമ്മളൊരു ഫണ്ട് നീക്കിവെക്കുന്നുണ്ട്. അതിൽ നിന്നും നമുക്ക് എന്താണ് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിന് വേണ്ടിയിട്ട് ഫണ്ട് എടുക്കാൻ പറ്റും. ഓക്കെ ആണോ? ഇത്രയും പറഞ്ഞത് സോഴ്സസ് ഓഫ് പർച്ചേസ് അല്ലെ. എന്താണ് സോഴ്സസ് ഓഫ് ഫണ്ട് എന്ന് പറഞ്ഞത്? ലോൺ എടുത്തിട്ട് നമുക്ക് എടുക്കാം. അതുപോലെ ഡിപ്രീസിയേഷൻ അല്ലെ, ശോഷണം, മൂല്യശോഷണം വന്ന എന്താണ് മെറ്റീരിയൽസ് ഉണ്ടാവും, അത് ഉപയോഗിക്കാൻ പറ്റാതെ ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് പുതിയതായിട്ട് സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പണം നീക്കി വെച്ചിട്ടുണ്ടാവും. അതിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതാണ് ഡിപ്രീസിയേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ട്. ഹോസ്പിറ്റലില് വന്നു ചേർന്നിരിക്കുന്ന എന്താണ് ലാഭത്തിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ് സ്പെസിഫിക് പർപ്പസിന് വേണ്ടി നമ്മൾ നീക്കി വെക്കുന്ന തുകയിൽ നിന്നും ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസിന് വേണ്ടിയിട്ട് നമുക്ക് ഫണ്ട് എടുക്കാൻ പറ്റും. ക്ലിയർ അല്ലേ? ഇനി എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് ഡിസിഷൻ മേക്കേഴ്സ്. ആരൊക്കെയാണ് ഡിസിഷൻ മേക്കേഴ്സ് വരുന്നത്? ടോപ്പ് മാനേജ്മെന്റ് വരുന്നുണ്ട്. അതുപോലെ അഡ്മിനിസ്ട്രേറ്റേഴ്സ്, HOD. ആരാണ് HOD? ഫുൾ ഫോം എന്താണ് HOD-യുടെ? HOD എന്ന് പറയുമ്പോ ആരാ? HOD-യുടെ ഫുൾ ഫോം ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്. അതുപോലെ എന്താണ് മെറ്റീരിയൽസ് മാനേജർ ഉണ്ടാവും, ഫിനാൻസ് മാനേജർ ഉണ്ടാവും, ബയോമെഡിക്കൽ എഞ്ചിനീയർ. അപ്പോ ഇവരൊക്കെയാണ് അവിടെ ഡിസിഷൻ മേക്കേഴ്സ് ആയിട്ട് വരുന്നത്. ഈ ഡിസിഷൻ മേക്കേഴ്സിന്റെ അനുവാദമില്ലാതെ നമുക്ക് എന്താണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഹോസ്പിറ്റലിലോട്ട് വാങ്ങിക്കാനായിട്ട് പറ്റില്ല. ഇവരെല്ലാം ഓക്കെ പറയുകയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് വാങ്ങിക്കാനായിട്ട് പറ്റുള്ളൂ? ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാനായിട്ട് പറ്റുള്ളൂ. കാരണം എന്താണ് ഓരോ ഡിസിഷനും ഓരോ തീരുമാനങ്ങളും എടുക്കുന്നത് ആരാണ്? ഈ ടോപ്പ് മാനേജ്മെന്റ്, അതുപോലെ അഡ്മിനിസ്ട്രേറ്റർ, HOD, മെറ്റീരിയൽസ് മാനേജർ, ഫിനാൻസ് മാനേജർ, ബയോമെഡിക്കൽ എഞ്ചിനീയർ, ഇതൊക്കെയാണ് അവിടെ എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഓക്കെ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു കാര്യം ഹോസ്പിറ്റൽ ചെയ്യാനായിട്ട് പറ്റില്ല. ക്ലിയർ ആയോ? ഇനി എന്താണ് സപ്ലയേഴ്സ് അല്ലെ. സപ്ലയേഴ്സിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമുക്ക് യോജിച്ച സപ്ലയർ ഏതാണ് എന്നുള്ളത് നോക്കിയിട്ട് ആ സപ്ലയറെ ഐഡന്റിഫൈ ചെയ്യുന്നു. ഇനി എന്താണ് ഇൻഫർമേഷൻ ജനറേഷൻ. സ്റ്റെപ്പ് ആണ് ഇൻഫർമേഷൻ ജനറേഷൻ. Information from experts and persons who deal with it. ഇനി എന്താണ് നമ്മൾ ഒരു വീട്ടിലേക്ക് നമ്മളൊരു പുതിയതായിട്ടുള്ള സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കാറോ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വാങ്ങിക്കുന്നു എന്ന് വിചാരിക്കാം. പുതിയതായിട്ട് നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ എന്താണ് ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ആ സാധനം ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്താണ് അവിടെ പോയിട്ട് ചോദിക്കും അല്ലെ, ഈ സാധനം വാങ്ങിക്കുമ്പോൾ എന്താണ് ഇതിന് നല്ല ഡീമെറിറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഡാമേജ് വരുന്നുണ്ടോ, അല്ലെങ്കിൽ വാറന്റി എത്ര വർഷം കിട്ടുന്നോ, അല്ലെ എങ്ങനെയുണ്ട്, ഓക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിക്കില്ലേ. അതുപോലെ ഇവിടെ എന്താണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഹോസ്പിറ്റലിൽ വാങ്ങിക്കുമ്പോൾ പല എക്സ്പേർട്സുകളോട് ചോദിക്കാം. അതുപോലെ എന്താണ് ആയിട്ടുള്ള പേഴ്സണോട് നമുക്ക് അവിടെ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമാണ് നമുക്ക് ക്യാപിറ്റൽ എക്യുപ്മെന്റ് ഹോസ്പിറ്റലിലോട്ട് വാങ്ങിക്കാൻ. ഓക്കെ എക്സ്പേർട്സിനോടോ അല്ലെങ്കിൽ പേഴ്സണോടോ അത് ഡീൽ ചെയ്യുന്ന പേഴ്സണോടോ നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞതിന് ശേഷം നമുക്ക് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തതിനു ശേഷം മാത്രമേ വാങ്ങിക്കാനായിട്ട് പാടുള്ളൂ. ഓക്കെ ആണോ? ഇൻഫർമേഷൻ ജനറേഷൻ മനസ്സിലായോ? ഓക്കെ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്?
ഈസ് ദ ഇൻസ്ട്രുമെന്റ് ഹെൽപ്ഫുൾ ടു അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനി ഒന്നും കൂടി നമ്മൾ നോക്കുകയാണ്, ആ ഇൻസ്ട്രുമെന്റ് നമ്മുടെ ഹോസ്പിറ്റലിന് യൂസ്ഫുൾ ആണോ അല്ലെങ്കിൽ ഹെൽപ്ഫുൾ ആണോ, ഒന്നും കൂടിയും ആ ഇൻസ്ട്രുമെന്റിന്റെ കാര്യങ്ങളൊക്കെ വെച്ച് എന്താണ് പരിശോധന നടത്തുന്നു. ഇനി നെക്സ്റ്റ് നോക്കിയേ, കമ്പാരിറ്റീവ് സ്റ്റഡി കമ്പയറിംഗ് കൊട്ടേഷൻസ്. നമ്മൾ പറഞ്ഞു അല്ലെ, നമ്മൾ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു എന്താണ് ബിസിനസ്സുമായിട്ട് ഇറങ്ങുമ്പോ അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങിക്കുമ്പോ ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്താണ് വളരെ വില കൂടിയ സാധനമായതുകൊണ്ട് അല്ലെങ്കിൽ എക്യുപ്മെന്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ് നല്ല രീതിയില് നല്ല സാധനങ്ങൾ കിട്ടണം വാങ്ങിക്കണ്ടേ. അപ്പൊ എന്താണ് നമ്മൾ കൊട്ടേഷൻസ് നോക്കും, ഏതാണോ നമ്മൾക്ക് യോജിച്ച സപ്ലയർ എന്ന് നോക്കി അദ്ദേഹത്തിന് നമ്മുടെ എക്യുപ്മെന്റ്സിന് തരാൻ പറ്റിയ വില എന്താണ്, നമുക്ക് യോജിച്ച വില നോക്കണം, നമ്മൾക്കുള്ള ക്വാണ്ടിറ്റി എത്രത്തോളമാണ് നമുക്ക് യോജിച്ചതായിട്ടുള്ള അല്ലെങ്കിൽ അനുയോജ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ തരാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ കൊട്ടേഷൻസ് നമുക്ക് യോജിച്ച കൊട്ടേഷൻസ് നമ്മൾ നോക്കുന്നു. ക്ലിയർ ആണോ? ഇനി എന്താണ് ഫിനാൻഷ്യൽ പ്രോസസ്, ബഡ്ജറ്റിംഗ്, കോസ്റ്റിംഗ്. നമ്മൾ എന്ത് ചെയ്യണം, ബഡ്ജറ്റിംഗ് പ്രിപ്പയർ ചെയ്യാം. ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ബഡ്ജറ്റിംഗ് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ കോസ്റ്റിംഗ് എന്നാണ് എത്ര രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റും എന്നുള്ളതും കൂടി പ്രിപ്പയർ ചെയ്യണം നമ്മൾ അവിടെ. ഓക്കെ ആണോ? ബഡ്ജറ്റിംഗും കോസ്റ്റിംഗും ഇവിടെ നടക്കണം. പിന്നെന്താണ് പർച്ചേസിങ്. 9 സ്റ്റെപ്പാണെന്നാണ് മിസ് പറഞ്ഞത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് കണ്ടോ നിങ്ങള്, 9 സ്റ്റെപ്പാണുള്ളത് പർച്ചേസിങ്. ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാനായിട്ട് ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കുമ്പോൾ 9 സ്റ്റെപ്പാണ് ഉള്ളത്. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് 10 സ്റ്റെപ്പാണ്. അപ്പൊ ആ 10 എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വെട്ടിയിട്ട് പർച്ചേസ് ആൻഡ് ഇൻസ്റ്റലേഷൻ എന്ന് കൂടി എഴുതി ചേർക്കണം കേട്ടോ. 9ാമത്തെ സ്റ്റെപ്പോട് കൂടി അത് അവിടെ അവസാനിച്ചു കേട്ടോ. പർച്ചേസ് ആൻഡ് ഇൻസ്റ്റലേഷൻ ആണ്. ആ 10 എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിയിട്ട് അത് 2 ആക്കി എഴുതാം. പർച്ചേസ് ആൻഡ് ഇൻസ്റ്റലേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതണം അവിടെ. ക്ലിയർ ആയോ? ഓക്കെ. പർച്ചേസ് ആൻഡ് ഇൻസ്റ്റലേഷൻ നമ്മൾ പർച്ചേസ് ചെയ്തു, അതിനുശേഷം നമ്മൾ ഓരോ എക്യുപ്മെന്റും ഇൻസ്റ്റാൾ ചെയ്യണം അല്ലെ, അവിടെ സ്ഥാപിക്കണം. നോക്കിയേ, സ്ഥാപിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളോട് നോക്കേണ്ടത്? AC for some equipment ആക്കണം കേട്ടോ. അവിടെ സ്പെല്ലിംഗ് എറർ ഉണ്ട്, എക്യുപ്മെന്റ് ആക്കാം. പർച്ചേസ് ആൻഡ് ഇൻസ്റ്റലേഷൻ ആക്കുക. അതുപോലെ തന്നെ AC for some equipment. ഓക്കെ. ഇനി എന്താണ് സ്പേസ് ഓഫ് റൂം, പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ലൈക്ക് റഫ് വാൾസ് ഫോർ എക്സ്റേ റൂംസ്. എന്താ പറയുന്നത്? ചിലപ്പോ ഓരോ മെഷീനും ഒന്നും കൂടി പറയണോ? പർച്ചേസ് ആൻഡ് ഇൻസ്റ്റലേഷൻ ആക്കിയില്ലേ? ക്ലിയർ ആയില്ലേ? ഇനി ആ ഇൻസ്റ്റലേഷന്റെ അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കിയേ, AC for some equipment. അവിടെ സ്പെല്ലിംഗ് എറർ ഉണ്ട്, എക്യുപ്മെന്റ് ആക്കാം കേട്ടോ. AC for some equipment അല്ലെ. ചിലപ്പോ ഓരോ മിഷനും എന്താണ് AC ആവശ്യമായിട്ട് വരും. അപ്പൊ എയർ കണ്ടീഷൻ ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ എയർ കണ്ടീഷൻ നമ്മൾ അവിടെ തയ്യാറാക്കാം. അതുപോലെ തന്നെ എന്താണ് സ്പേസ് അല്ലെ, നമ്മളിപ്പോ എക്സ്റേ മെഷീൻസ് അതുപോലെ സ്കാനിങ് മെഷീൻസിനൊക്കെ എന്താണ് കുറെ അധികം സ്പേസ് വേണം. അപ്പൊ അതിനനുസരിച്ചുള്ള റൂം അവിടെ ഉണ്ടാവണം. അതുപോലെ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ്, പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രതലങ്ങൾ ആയിരിക്കണം. എക്സ്റേ റൂംസുമായിട്ട് എന്താണ് റഫ് വാൾസ് ഒക്കെ പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ആയിട്ട് പ്രൊട്ടക്റ്റീവ് പ്രതലങ്ങളാണ് അവർക്ക് ആവശ്യമായിട്ട് വരുന്നത്. എക്സ്റേ റൂംസിലൊക്കെ അങ്ങനെയുള്ള പ്രൊട്ടക്റ്റീവ് പ്രതലങ്ങള് പ്രൊട്ടക്റ്റീവ് മെഷേഴ്സുമായിട്ട് ബന്ധപ്പെട്ട പ്രതലങ്ങള് അവിടെ ആവശ്യമാണ്. അങ്ങനെയുള്ള പ്രതലങ്ങള് അതുപോലെ തന്നെ എന്താണ് എക്സ്റേ റൂംസ് അല്ലെങ്കിൽ ഓട്ടോക്ലേവ്സ് അതുപോലെ പല എന്താണ് CT സ്കാൻ അങ്ങനെ എടുക്കുന്ന മെഷീൻസിനൊക്കെ കുറെ അധികം സ്പേസ് ആവശ്യമുണ്ട്. റൂമിൽ സ്പേസ് ഉണ്ടായിരിക്കണം. അതുപോലെ AC അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നോക്കിയിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട് ഒരു ക്യാപിറ്റൽ എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യാനാണോ. ഇത്രയും കാര്യങ്ങളാണ് പർച്ചേസിംഗുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത്. 9 സ്റ്റെപ്പാണ് ഇവിടെ പഠിക്കേണ്ടത് കേട്ടോ. എന്തൊക്കെയാ പറഞ്ഞത്? നമ്മൾ ആദ്യം ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യണം. അതിനുശേഷം എന്താണ് നമ്മൾ അതിന് യോജിച്ചതായിട്ടുള്ള ഫണ്ട് എവിടെ നിന്ന് കിട്ടുന്നു അത് നോക്കാം. അതിനുശേഷം ഡിസിഷൻ മേക്കേഴ്സിന്റെ സമ്മതം വേണം.
അതുപോലെ തന്നെ എന്താണ് എക്സ്പേർട്സിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട പേഴ്സൺസിന്റെ കയ്യിൽ നിന്നോ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം. എന്താണ് പരിശോധന നടത്താം. ഈ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഹോസ്പിറ്റലിന് അത് യൂസ്ഫുൾ ആണോ, അത് വാങ്ങിക്കണോ, എത്ര രൂപ ചെലവ്, ഒന്നുകൂടി ഒന്ന് പരിശോധന നടത്തുന്നു. അതിനുശേഷം എന്താ ചെയ്യുന്നത്, നമ്മുടെ കമ്പാരിറ്റീവ് സ്റ്റഡി അല്ലെ, നമ്മൾ കുറിച്ചതായിട്ടുള്ള സപ്ലൈറെ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൊട്ടേഷൻസ്, പല കൊട്ടേഷൻസ് ഉണ്ടാകും. കൊട്ടേഷൻസ് നമ്മൾ കമ്പയർ ചെയ്ത് നമുക്ക് യോജിച്ച കൊട്ടേഷൻസ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ബഡ്ജറ്റിങ്ങും കോസ്റ്റിങ്ങും തയ്യാറാക്കുന്നു. പർച്ചേസ് നടത്തുന്നു. അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. AST വേണം, അതുപോലെ റൂഫിന് സ്പേസ് വേണം, പ്രൊഡക്റ്റീവ് മെഷേഴ്സ് വേണം, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് എക്യുപ്മെന്റ് പർച്ചേസ് ചെയ്യാനായിട്ട്. ഓക്കെ ആണോ? ലിസ്റ്റ് ഒന്ന് വായിച്ചേ, 9 സ്റ്റെപ്പ് ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ ആയോ? ഒരു സ്റ്റെപ്പും ക്ലിയർ ആയോ? നെക്സ്റ്റ് ഭാഗത്ത് ടെൻസ്. ഇനി നെക്സ്റ്റ് ആണ് ഇത് മെയിൻ്റനൻസ് ഓഫ് എക്യുപ്മെന്റ്സ്. സയന്റിഫിക് അപ്രോച്ച് ടു restrain the breakdown of an equipment is called maintenance. ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ, എന്താണ് മെയിൻ്റനൻസ് ചോദിക്കാം കേട്ടോ. എന്താണ്? scientific approach to restrain the breakdown of an equipment is called maintenance. ഒരു ഉപകരണത്തിന്റെ തകർച്ച തടയുന്നതിനുള്ള ഒരു സയന്റിഫിക് അപ്രോച്ച് ആണ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് അല്ലെ. എന്താ പറയുന്നത്? ഒരു ഉപകരണത്തിന്റെ തകർച്ച തടയുന്നതിനുള്ള ഒരു സയന്റിഫിക് അപ്രോച്ച് ആണ് എന്ത്? മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മെയിൻ്റനൻസ് ഓക്കെ ആണോ? എന്താ പറഞ്ഞത്? ഒരു ഉപകരണത്തിന്റെ തകർച്ച തടയുന്നതിനുള്ള സയന്റിഫിക് അപ്രോച്ച് ആണ് മെയിൻ്റനൻസ്. ഓക്കെ, ഇനി നോക്കിയേ, ഡിവൈഡഡ് ഇൻടു 3. എന്താണ്? ഈ മെയിൻ്റനൻസിനെ 3 തരത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പ്രിവെന്റീവ്, ഡിറ്റക്റ്റീവ്, ബ്രേക്ക് ഡൗൺ. പ്രിവെന്റീവ് നോക്കിയേ, അവിടെ സ്പെല്ലിംഗ് എറർ ഉണ്ട് കേട്ടോ. ഡൺ എന്നാക്കാം, DONE. ഡൺ. Done periodically, that is once a year. Done എന്നുള്ളത് കറക്റ്റ് ചെയ്തോ നിങ്ങള്?
done periodically, that is once in a year. ഇയർ കഴിഞ്ഞിട്ട് ഒരു ഓർ കൊടുക്കാം, or two. Done periodically, that is once in a year or two. എന്താ പറയുന്നത്? പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? തടയുക അല്ലെ, പ്രതിരോധിക്കുക. അപ്പോ എന്താണ്? ഒരു വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ എന്താണ് 2 വർഷത്തിനുള്ളിൽ ക്യാപിറ്റൽ എക്വിപ്മെന്റിന്റെ മെയിന്റനൻസ് വർക്ക് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ബ്രേക്ക് ഡൗൺ ആയി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രിവെന്റീവിൽ എന്താ പറയുന്നത്? ഒരു വർഷത്തിനുള്ളിലോ 2 വർഷത്തിനുള്ളിലോ മെയിന്റനൻസ് വർക്ക് ആ എക്വിപ്മെന്റിന് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആ 2 വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ 1 വർഷത്തിനുള്ളിലോ അതിന്റെ മെയിന്റനൻസ് വർക്ക് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്താണ്? ബ്രേക്ക് ഡൗൺ ആയി പോകാനായിട്ട് സാധ്യതയുണ്ട്. ഓക്കെ, ജോബിന് കിട്ടിയോ? ഏതാ പറയേണ്ടത് മോനെ? പ്രിവെന്റീവ് ആണോ? കറക്റ്റ് ആക്കേണ്ടത് അല്ലെ. പ്രിവെന്റീവില് ഡൺ, DONE ഈ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഡൺ periodically, that is once in a year or two. ഇയർ കഴിഞ്ഞിട്ട് ഒരു OR ചേർത്ത് കൊടുക്കാം, or two. കിട്ടിയില്ലേ? പ്രിവെന്റീവിൽ എന്താ പറഞ്ഞത്? ഒരു വർഷത്തിനുള്ളിലോ അല്ലെങ്കിൽ 2 വർഷത്തിനുള്ളിലോ എന്ത് ചെയ്യണം? നമ്മള് മെയിന്റനൻസ് വർക്ക് ഉണ്ടെങ്കിൽ മെയിന്റനൻസ് വർക്ക് ഉറപ്പായും ചെയ്തിരിക്കണം. അല്ലെങ്കിൽ മെഷീൻസ് ബ്രേക്ക് ഡൗൺ ആയി പോവാൻ സാധ്യതയുണ്ട്. ക്ലിയർ ആയില്ലേ? ഇനി എന്താണ് ഡിക്റ്റേറ്റീവ്? ഡിക്റ്റേറ്റീവ് എന്താ? ഡിക്റ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടെത്തുക അല്ലെ. CBI കണ്ടിട്ടില്ലേ നിങ്ങള്? CBI സിനിമയിലൊക്കെ ഡിക്റ്റേറ്റീവ് കേട്ടിട്ടില്ലേ നിങ്ങള്? എന്താണ്? കണ്ടെത്തുക. ഓക്കെ, ഇനി എന്താണ് നോക്കിയേ? Done for finding a particular problem. എന്താ പറയുന്നത്? പ്രത്യേക പ്രോബ്ലം എന്താണ് എന്നത് കണ്ടെത്തണം. മിഷൻ ചിലപ്പോൾ കംപ്ലൈന്റ് ആയിരിക്കും. അതിന്റെ പ്രോബ്ലം എന്താണ്, അതിനെന്താണ് അതിന്റെ പ്രത്യേക പ്രോബ്ലം എന്നുള്ളത് കണ്ടെത്തുക. അതിന് പരിഹാരവും കണ്ടെത്തുന്നു. ഓക്കെ ആണോ? ആദ്യം ഇത് ചെയ്യുന്നത് പ്രോബ്ലം എന്താണെന്ന് കണ്ടെത്തി അതിന്റെ പരിഹാരം നമ്മൾ അവിടെ കണ്ടെത്തുന്നു. അതാണ് ഡിക്റ്റേറ്റീവ്. കണ്ടെത്തുക. എന്താണ് ആ മിഷന് പ്രധാനപ്പെട്ട അതിനുണ്ടാകുന്ന പ്രോബ്ലം എന്താണെന്ന് കണ്ടെത്തുകയും അതിന്റെ പരിഹാരം അവിടെ ചെയ്യുന്നു. ഇനി എന്താണ്? ബ്രേക്ക് ഡൗൺ അല്ലെ. ബ്രേക്ക് ഡൗൺ എന്താണ്? പ്രവർത്തനരഹിതമാകുക അല്ലെ, നിലച്ചു പോവുക. അതെന്താണ്? നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എന്താണ്? അത് ബ്രേക്ക് ഡൗൺ ആയി പറയാറില്ലേ? ഓക്കെ, okay, the mission will break down and will not work അല്ലെ. എന്താണ്? പ്രവർത്തനരഹിതമായി, അത് ഒന്നും പ്രവർത്തിക്കുന്നില്ല. പ്രവർത്തനങ്ങൾ, അതിന്റെ പ്രവർത്തനങ്ങൾ നിലച്ചു. ഓക്കെ, activity not completed, higher ideal time and cost high. ഇനി ഈ ക്യാപിറ്റൽ എക്വിപ്മെന്റ് അതിന്റെ പ്രവർത്തനം നിലച്ചു പോയി കഴിഞ്ഞാൽ അതിന്റെ കാര്യങ്ങളെല്ലാം ബ്രേക്ക് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? അതൊന്നും കൂടി നല്ല രീതിയിൽ റിപ്പയർ ചെയ്തെടുക്കാനായിട്ട് എന്താവും? ടൈം എടുക്കില്ലേ? നല്ല കുറെ ടൈം എടുക്കും. അതുപോലെ തന്നെ എന്താണ്? അതിന് കോസ്റ്റും എത്രത്തോളം വരാറുണ്ട്? കോസ്റ്റ് കുറയോ കൂടോ? എന്താ സംഭവിക്കുക? കൂടും അല്ലെ. കൂടുതൽ വേണ്ടി വരും. അതാണ് പറയുന്നത്. ബ്രേക്ക് ഡൗൺ ആയി പോയി കഴിഞ്ഞാല്, അതിന്റെ പ്രവർത്തനം നിലച്ചു പോയി കഴിഞ്ഞാല് അത് ശരിയാക്കാനായിട്ട് പറ്റില്ല. അത് ശരിയാക്കണമെങ്കിൽ എന്താണ്? അതിന് കുറെ ടൈം, അതുപോലെ തന്നെ കോസ്റ്റും കൂടുതൽ. ഓക്കെ, ക്ലിയർ ആയോ? 3 കാര്യങ്ങളും. പ്രിവെന്റീവ്, ഡിക്റ്റേറ്റീവ്, ബ്രേക്ക് ഡൗൺ. ഇനി നെക്സ്റ്റ് നോക്കാം. ഡൗട്ട് ഉണ്ടോ? 3 കാര്യങ്ങൾ പറഞ്ഞതില് മെയിന്റനൻസ് എന്താണെന്നുള്ളത് പഠിച്ചു വെക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ വരും.
അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ഷോർട്ടേജ് ഓഫ് proper and sufficient maintenance in a hospital will finally lead to എന്താ പറയുന്നത്? പ്രോപ്പർ ആയിട്ട് മെയിൻ്റെനൻസ് ചെയ്തില്ല എങ്കിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ഒരു മിഷന് പ്രോപ്പർ ആയിട്ട് മെയിൻ്റെനൻസ് വർക്ക് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെയാണ് ആ ഹോസ്പിറ്റലിൽ സംഭവിക്കുന്നത്? അതിന്റെ കാര്യങ്ങളാണ് താഴെ കൊടുക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? റിസ്ക് ടു സേഫ്റ്റി, സെക്യൂരിറ്റി ഓഫ് പേഷ്യൻസ് and hygiene. Hygiene എന്താണ്? Hygiene. എന്താ hygiene? ആരോഗ്യ പരിപാലനം. ഓക്കെ, ഹൈജീൻ എന്ന് പറഞ്ഞാല് ആരോഗ്യ പരിപാലനം. അപ്പൊ അവിടെ വരുന്ന പേഷ്യൻസിനെ നല്ല രീതിയിൽ നമുക്ക് പരിപാലിക്കാൻ പറ്റില്ല, അല്ലെ? ഒരു മിഷനിൽ വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് തന്നെ മെയിൻ്റെനൻസ് വർക്ക് ചെയ്തില്ല എങ്കിൽ എന്താണ്, അല്ലെ? സ്കാനിങ് എടുക്കാൻ വരുന്ന പേഷ്യൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ എന്താണ്, എക്സ്റേ, അങ്ങനെയുള്ള പേഷ്യൻസ് ഉണ്ടാവില്ലേ? ധാരാളം പേഷ്യൻസ് ഉണ്ടാവും. അപ്പൊ അവർക്കൊക്കെ ആ സർവീസ് കൊടുക്കാനായിട്ട് പറ്റോ? അവരുടെ രോഗം നിർണ്ണയിക്കാനായിട്ട് നമുക്ക് പറ്റില്ല, അല്ലെ? സ്കാനിങ് എടുത്തു കഴിഞ്ഞാലാണ് നമുക്ക് എന്താണ് അസുഖം എന്ന് നോക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അവരുടെ ആരോഗ്യത്തെ പരിപാലിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. അതുപോലെ തന്നെ അവരുടെ സെക്യൂരിറ്റി ഉണ്ടാവില്ല, അല്ലെ? അവിടെ നിൽക്കുന്ന വർക്ക് ചെയ്യുന്ന റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ? എന്താണ്, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്കായാലും പേഷ്യൻസിനായാലും എന്താണ്, നല്ല രീതിയിൽ ആ പ്രവർത്തനങ്ങൾ, അവിടെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടന്നില്ല എങ്കിൽ എന്താണ്, അവർക്ക് സേഫ്റ്റി ഉണ്ടാവോ? സേഫ്റ്റി എന്തായിരിക്കും കൂടുതൽ ഉണ്ടാവുക? റിസ്ക് കൂടുതൽ ഉണ്ടാവും, അല്ലെ? സേഫ്റ്റി ഉണ്ടാവില്ല. ഓക്കെ, അതാണ് ഫസ്റ്റ് പോയിന്റ്. റിസ്ക് കൂടും, അതുപോലെ തന്നെ എന്താണ്, സേഫ്റ്റി ഉണ്ടാവില്ല. പേഷ്യൻസിനെ നല്ല രീതിയിൽ നമുക്ക് പരിപാലിക്കാനായിട്ട് പറ്റില്ല. ക്ലിയർ ആണോ? പിന്നെന്താണ് സെക്കൻഡ് പോയിന്റ് നോക്കി, ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ ആൻഡ് റവന്യൂ ഓണിംഗ് ടു ഫെയിലിയർ, breakdown and closure of areas of equipments for repairs. ഇനി നല്ല രീതിയിൽ എക്വിപ്മെന്റ്സ് പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ, അല്ലെ, അതാണ് അതിന്റെ പ്രവർത്തനങ്ങൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുമോ? അതാണ് ലോസ് ഓഫ് യൂട്ടിലൈസേഷൻ. പ്രവർത്തനങ്ങൾ ഉപയോഗിക്കാനായിട്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ കൊടുക്കുന്ന സർവീസ്, ആളുകൾക്ക് സർവീസ് കൊടുക്കാനായിട്ട് പറ്റുമോ? അത് ഉപയോഗിച്ച് ഇല്ല. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും കിട്ടുന്ന റവന്യൂ, വരുമാനം എന്താണ്, ഫെയിലിയർ ആകും. വരുമാനം നമുക്ക് അതിൽ കിട്ടില്ല. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് പറഞ്ഞാൽ എന്താണ്, സ്കാനിങ് എടുക്കാൻ വരുന്നത് പലതരത്തിലുള്ള, അല്ലെങ്കിൽ എന്താണ്, ചിലപ്പോൾ ഓരോ ദിവസവും കുറെ പേഷ്യൻസ് വരാറുണ്ടല്ലേ, സ്കാനിങ്ങും എക്സ്റേയുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ അവിടെയുള്ള ആ സ്കാനേഴ്സിന്റെ പ്രവർത്തനത്തിൽ വെച്ച് കഴിഞ്ഞാൽ എക്സ്റേ നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കിട്ടുന്ന റവന്യൂ, വരുമാനം നമുക്ക് കുറയുന്നു. അതാണ് സെക്കൻഡ് പോയിന്റ്. പിന്നെന്താണ്, ലോസ് ഓഫ് ഗുഡ് വിൽ ഓണിംഗ് ടു ഇൻഎഫിഷ്യൻസി ആൻഡ് ഡിക്ലൈനിങ് സ്റ്റാൻഡേർഡ്സ്. എന്താണ് ഗുഡ് വിൽ? എന്താണ് ഗുഡ് വില്ല്? കേട്ടിട്ടുണ്ടാവുമല്ലോ. ഗുഡ് വിൽ എന്താണ്? സൽപ്പേരല്ലേ? ഓക്കെ. അപ്പോ ഓരോ ഹോസ്പിറ്റലിലും സൽപ്പേര് എന്താണ്, നല്ല രീതിയിൽ വളരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സൽപ്പേര് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെ? ഇവിടെ ഹോസ്പിറ്റലിലെ മെഷീൻസ് ഒക്കെ വർക്ക് ചെയ്തില്ലെങ്കിൽ എന്താണ്, അതായത് സൽപ്പേര് എന്തെങ്കിലും വ്യത്യാസം വരുമോ? എന്താ സംഭവിക്കുക? അവിടെ നല്ല രീതിയിലൊന്നും വർക്ക് ചെയ്യുന്നില്ല, അവർ നല്ല രീതിയിൽ സർവീസ് കൊടുക്കുന്നില്ലെങ്കിൽ എന്താണ്, പബ്ലിക്കിന്റെ ഇടയിൽ അവർ സൽപ്പേര് പോവാൻ ചാൻസ് ഉണ്ട്, അല്ലെ? സ്റ്റാൻഡേർഡ് ആയിട്ട് എല്ലാവരും നല്ല നിലവാരത്തിലെല്ലാം ആ ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്താണ്, പബ്ലിക്കിന്റെ ഇടയിൽ സൽപ്പേര് അല്ലെങ്കിൽ അവരുടെ ഗുഡ്വില്ല് കളങ്കം വരാനായിട്ട് അല്ലെങ്കിൽ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതാണ് ലോസ് ഓഫ് ഗുഡ്വിൽ ഓണിംഗ് ടു ഇൻഎഫിഷ്യൻസി ആൻഡ് ഡിക്ലൈനിങ് ദ സ്റ്റാൻഡേർഡ്സ്. ഇനി എന്താണ് ലാസ്റ്റ് വൺ നോക്കി, നെറ്റ് റിഡക്ഷൻ ഇൻ എഫക്റ്റീവ് ലൈഫ് ഓഫ് പ്രോപ്പർലി ആൻഡ് എക്വിപ്മെന്റ്. എന്താണ്, സോറി, പ്രോപ്പർട്ടി ആൻഡ് എക്വിപ്മെന്റ്. എന്താ പറയുന്നത്? ഫലപ്രദമായിട്ടുള്ള, അല്ലെ, ആ ഉപകരണത്തിന്റെ ഫലപ്രദമായ ആയുസ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. എഫക്റ്റീവ് ലൈഫാണ്. എഫക്റ്റീവ് ലൈഫ് ഓഫ് പ്രോപ്പർട്ടി ആൻഡ് എക്വിപ്മെന്റ്സ് ആണ് പറയുന്നത്, അല്ലെ? നല്ല രീതിയിൽ
വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ ആ മെഷീനെ മെയിൻ്റെനൻസ് വർക്ക് ചെയ്തില്ല എങ്കിൽ ആ നല്ല രീതിയിൽ ഉപയോഗം അല്ലെ ആ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അതിന്റെ ആയുസ് കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. അത് ബ്രേക്ക് ഡൗൺ ആയി പോകാനായിട്ട് ഒട്ടും തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റാതെ ആകാൻ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഒട്ടും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ എന്താണ് ആവാനായിട്ട് ചാൻസ് ഉണ്ട്. നല്ല രീതിയിൽ മെയിൻ്റെനൻസ് വർക്ക് ചെയ്തില്ല എങ്കിൽ. ഓക്കെ ആണോ? അതാണ് എന്ത് ആ ഉപകരണത്തിന്റെ ആയുസ് ഫലപ്രദമായിട്ടുള്ള ആയുസ് കുറയാൻ ചാൻസ് ഉണ്ട്. ഒന്ന് വായിച്ചു നോക്കിയേ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇനി പറയണോ പോയിന്റ്സ്? ക്ലിയർ ആണോ 4 പോയിന്റ്സും? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചോ പോയിന്റ്സ്? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണല്ലേ? നെക്സ്റ്റ് പോർഷൻ നോക്കാം കേട്ടോ നമുക്ക്. എടുക്കട്ടെ മിസ്? ഡൗട്ട് ഉണ്ടോ? ഓക്കെ. ഇനി നെക്സ്റ്റ് പോർഷൻ നോക്കിയേ. മെയിൻ്റെനൻസ് ഇൻ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലില് മെയിൻ്റെനൻസ് വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയെല്ലാമാണ് നോക്കിയേ. മസ്റ്റ് ബി ഡൺ ബൈ ഫസ്റ്റ് വൺ എന്താണ്? പ്രോപ്പർ ഇൻസ്റ്റാളേഷൻ. എക്യുപ്മെന്റ്സ് എങ്ങനെയാണ് നല്ല രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്? അപ്കീപ്പിംഗ് ആൻഡ് റിപ്പയർസ്. നല്ല രീതിയിൽ കെയർ ചെയ്യുകയും അതുപോലെ റിപ്പയർസ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മെയിൻ്റെനൻസ് വർക്ക് വന്നാല് നല്ല രീതിയിൽ അത് റിപ്പയർസ് ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ എന്താണ്? പീരിയോഡിക് ആയിട്ട് ക്ലീൻ ചെയ്യണം. മെഷീൻസ് ഒക്കെയാണ്, അതുകൊണ്ട് തന്നെ പൊടിയും അങ്ങനെ കുറെ സാധനങ്ങൾ അല്ലെ, പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പീരിയോഡിക് ആയിട്ടത് ക്ലീൻ ചെയ്ത് വെക്കാം. അതുപോലെ തന്നെ എന്താണ്? ആൻഡ് ചെക്കിംഗ് ഓൺ പ്രിവെന്റീവ് മെയിൻ്റെനൻസ്. മെയിൻ്റെനൻസ് വരാത്ത രീതിയിലുള്ള മാർഗങ്ങൾ ചെയ്യണം. ആയിട്ട് അല്ലെ, അറ്റകുറ്റ പണികള് വരാത്ത രീതിയിൽ ഇത് തടയാനായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. അതുപോലെ തന്നെ എന്താണ്? റെക്കോർഡ് കീപ്പ് ചെയ്യാം. പിന്നെ എന്താ പറയുന്നത്? പ്രൊക്യൂർമെന്റ് ഓഫ് സ്പെയർസ്. എന്താണ് പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാല്? പ്രൊക്യൂർമെന്റ് എന്താണ് മീനിങ്? സംഭരിച്ചു വെക്കുക. ഇപ്പോ ചില മെഷീൻസിനൊക്കെ എന്തെങ്കിലും അറ്റകുറ്റപ്പണികളൊക്കെ വേണ്ടി വന്നു കഴിഞ്ഞാല് അതിന്റെ സ്പെയർസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് നല്ല രീതിയിൽ എന്താണ് നമുക്ക് ഫലപ്രദമായിട്ട് തന്നെ പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് സ്പെയർസ് ഒക്കെ കണക്ട് ചെയ്ത് കഴിഞ്ഞാല് അതാ പറയുന്നത് എന്താണ്? സ്പെയർ പാർട്സുകളൊക്കെ എന്ത് ചെയ്യണം? സംഭരിച്ചു വെക്കണം. ഒക്കെയാണോ? ഇത്രയും കാര്യങ്ങളാണ് മെയിൻ്റെനൻസുമായിട്ട്
മെയിൻ്റനൻസുമായിട്ട് വരുന്നത് കേട്ടോ. മെയിൻ്റനൻസും ഹോസ്പിറ്റലിൽ വരുന്നത് എങ്ങനെയുള്ള കാര്യങ്ങളാണ്? പ്രോപ്പർ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം, നല്ല രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ്, നല്ല രീതിയിൽ ആ മെഷീൻസ് കെയർ ചെയ്യാം, കീപ്പ് ചെയ്ത് കൊണ്ടുപോവാം. അതുപോലെ റിപ്പയർസ് റിപ്പയർ ചെയ്യും. അതുപോലെ തന്നെ നല്ല രീതിയിൽ പീരിയോഡിക് ആയിട്ട് നമുക്ക് ഇത് ചെയ്യാം, ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ മെയിൻ്റനൻസ് വർക്ക് വരാത്ത രീതിയിലുള്ള മാർഗങ്ങൾ സൃഷ്ടിക്കണം. അതുപോലെ തന്നെ റെക്കോർഡുകൾ കീപ്പ് ചെയ്യണം, സ്പെയർസുകൾ സംഭരിച്ച് വെക്കണം. എന്തെങ്കിലും അറ്റകുറ്റ പണികളൊക്കെ വേണ്ടി വന്നു കഴിഞ്ഞാൽ സ്പെയർസ് വെച്ച് കഴിഞ്ഞിട്ട് അതിന്റെ നല്ല രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ സ്പെയർസുകളൊക്കെ സംഭരിച്ച് വെക്കാം. ഓക്കെ ആണോ? എളുപ്പല്ലേ കാര്യങ്ങളൊക്കെ പഠിക്കാനായിട്ട്? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇനി നോക്കിയേ, ലിസ്റ്റ് ഇതും കൂടി ഒന്ന് നോക്കാം കേട്ടോ. എന്താണ് യൂട്ടിലൈസേഷൻ ഓഫ് എക്യുപ്മെന്റ്? എങ്ങനെയെല്ലാം ആണ് എക്യുപ്മെന്റ് യൂട്ടിലൈസ് ചെയ്യുന്നത്? യൂട്ടിലൈസേഷൻ ഹാസ് ടു ബി 80% to 90%, no under or over utilization. അപ്പൊ എങ്ങനെയാണ്, എത്ര ശതമാനം ാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നത്? 80 to 90% വരെയുമാണ് നമ്മൾ എക്യുപ്മെന്റ് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് നോക്കേണ്ടത്. അതുപോലെ തന്നെ ഓവറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പാടില്ല. എന്താണ്, ഉപയോഗം അമിതമായിട്ട് കുറയാൻ പാടില്ല. 80 to 90% എന്ന നിലയിൽ ഒരു മിഡിൽ ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ എക്യുപ്മെന്റ് ഉപയോഗിക്കാനായിട്ട്, യൂട്ടിലൈസ് ചെയ്യാനായിട്ട്. ക്ലിയർ ആയില്ലേ? ഇനി എന്താണ് ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്? A scrap item for reselling and giving it to small hospital. എന്താണ്, നമ്മൾ എക്യുപ്മെന്റ് ഉപയോഗശൂന്യമായി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാ കൊടുക്കുന്നത്? പറഞ്ഞില്ലേ, നമ്മള് ഒന്നില്ലെങ്കിലും നമ്മൾ സ്ക്രാപ്പിനൊക്കെ കൊടുക്കും, ഫാക്ടറിയിൽ കൊണ്ടുപോയി കൊടുക്കും. അതല്ലെങ്കിൽ അത് ചിലപ്പോ നമ്മള് ആ ഹോസ്പിറ്റലിലേക്ക് പുതിയൊരു ഐറ്റം വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പഴയ ഐറ്റം എന്ത് ചെയ്യുമ്പോൾ സ്മോൾ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കും. എങ്ങനെയാണ് സ്മോൾ ഹോസ്പിറ്റലിലേക്ക് കൊടുക്കുന്നത്? ചിലപ്പോ എന്താണ്, ഞാൻ പറഞ്ഞില്ലേ, എന്താണ്, പുതിയൊരു ഐറ്റം വാങ്ങിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് പഴയ ഐറ്റം ഉണ്ടെങ്കിൽ അത് അവർക്ക് കൊടുക്കുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് ചിലപ്പോ ആ ഐറ്റം, ആ എക്യുപ്മെന്റ് വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പണം ആ സ്മോൾ ഹോസ്പിറ്റലിൽ കിട്ടാറില്ല. കുറഞ്ഞ പൈസയ്ക്ക്. ഓക്കെ, സ്മോൾ ഹോസ്പിറ്റലില് ആ ക്യാപിറ്റൽ എക്യുപ്മെന്റ് വാങ്ങിക്കാനായിട്ട് പണം ഉണ്ടാവില്ല. അതാവാം ഒരു കാരണം. അല്ലെങ്കിൽ എന്താണ്, ആ സ്മോൾ ഹോസ്പിറ്റൽ ആ എക്യുപ്മെന്റ് ഇല്ലാത്തത് കൊണ്ട് ആ പുതിയ ആ ക്യാപിറ്റൽ എക്യുപ്മെന്റ് അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ അതിന്റെ സ്റ്റാഫിന് പരിചയമായിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. പുതിയൊരു, നമ്മളിപ്പോ സെക്കൻഡ് ഹാൻഡ് കാർ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണോ? ആ എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും. ഇതിനു വേണ്ടിയിട്ടാണ് ഒരു ലൈസൻസ് കിട്ടി, ഞാനൊരു സെക്കൻഡ് ഹാൻഡ് ആയിട്ട് കാർ വാങ്ങിച്ചു. ഇതിനു വേണ്ടിയിട്ടാണ് ഓടിച്ച് പഠിക്കാൻ, അല്ലെ, ഒരു എക്സ്പീരിയൻസ് കിട്ടാനായിട്ട്. എങ്ങനെയാണ് റോഡിന്റെ നിശ്ചയങ്ങളും കാര്യങ്ങളും, അതുപോലെ എങ്ങനെയെല്ലാം ഓടിക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം, എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ എനിക്ക് ഒരു ലൈസൻസ് കിട്ടിയിട്ട് ഞാനിപ്പോ സെക്കൻഡ് ഹാൻഡ് കാർ വാങ്ങിക്കുന്നത്, അല്ലെ? അല്ലെങ്കിൽ പുതിയ കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ എന്താണ്, ചിലപ്പോ കൊണ്ടുപോയി ഇരിക്കും, അല്ലെ? അപ്പൊ നമ്മളുടെ പണം നഷ്ടമായിട്ട് വരും. അതുകൊണ്ട് എന്താണ്, ഒരു എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ സ്മോൾ ഹോസ്പിറ്റലിലോട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവർക്ക് അത് ഉപയോഗിച്ച് അതൊന്ന് എക്സ്പീരിയൻസ് ആവാൻ വേണ്ടിയിട്ട്, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്, അത് സ്റ്റാഫുകൾക്ക് അറിയാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ആയിട്ട് വേണം അവർക്ക് എന്ത് വാങ്ങിക്കാനായിട്ട്, പുതിയൊരു എക്യുപ്മെന്റ് വാങ്ങിക്കാൻ. അതിന് വേണ്ടിയിട്ടാവാം ചിലപ്പോ എന്താണ് സ്മോൾ ഹോസ്പിറ്റലുകൾ പഠിക്കാനായിട്ട്. ക്ലിയർ ആയോ? ഡിസ്കാർഡിംഗ് ഓഫ് എക്യുപ്മെന്റ്സ് ഒന്നല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്ക്രാപ്പിന് കൊടുക്കും, അല്ലെങ്കിൽ സ്മോൾ ഹോസ്പിറ്റലിലോട്ട് കൊടുക്കും. ഓക്കെ ആണോ? ക്ലിയർ ആയോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങള് ഓക്കെ ആണോ? ഇത്രയും വരികൾസ് എടുക്കുന്നുള്ളൂ. അടുത്ത ക്ലാസ്സിൽ വരുമ്പോ വായിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.